വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കിവിടെ ഒരു രസം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ചോറിൻ്റെ ആയിട്ട് ഒരു ഒഴിച്ചു കറിയാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഒരു വലിയൊരു തക്കാളി ഞാൻ ഇവിടെ അവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി, പിന്നെ 2 കറിവേപ്പില, പിന്നെ ഒരു നാരങ്ങ സൈസിൽ പുളിയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വെള്ളത്തിയിട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് ചട്ടിയിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. മൺചട്ടിയിൽ നമുക്ക് വേണമെങ്കിൽ സാധാ ചീനച്ചട്ടി ആണെങ്കിലും യൂസ്. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കടുക് താളിക്കാം. നമ്മൾ ഒരു സ്പൂണോളം, ചെറിയൊരു ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം പൊട്ടണം. ചെറുതായിട്ട് പൊട്ടി തുടങ്ങി. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കിക്കൊടു. ഇനി ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് ഈ നമ്മൾ ചെറുതായിട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നല്ല പരുവായിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു പ്ലസന്റ് സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിവിടെ തക്കാളിയുടെ ഈ തൊലി, അവിച്ച് വെച്ച തക്കാളിയുടെ തൊലി ഉരിച്ചങ്ങ് കളയണ്ട. ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് എല്ലാത്തിട്ട് കൊടുക്കും. കണ്ടോ, എന്നിട്ട് ചട്ടി ഇട്ടൊന്ന് ചെറുതായിട്ടത് സ്മാഷ് ചെയ്തെടുക്കണം. ഇത് നല്ലോണം നമ്മൾ അങ്ങ് ഇടിച്ചങ്ങ് ഇതാക്കി കളഞ്ഞിട്ടുണ്ട്, സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നല്ലോണം അത് കണ്ടോ, ഇത് നല്ലോണം ഇതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഇതാ കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്താ, 1 സ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അര സ്പൂണോളം ഇതിൻ്റെ അകത്ത് ഞാൻ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നു. 1/4 ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടിയും കൂടെ ഇടുകയാണ് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 1/4 സ്പൂണോളം ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇച്ചിരിയോളം നമ്മൾ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ആഡ് ചെയ്താൽ മണക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ
വെള്ളത്തിട്ട് വെച്ചിരുന്ന പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കാം. നോക്കി ഇതിൻ്റെ ഈ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പുളി വെള്ളം ഇതാക്കിയാണ് ഞാൻ ഒന്നുകൂടി ഒഴിച്ചു കൊടുത്താണ്. എന്താ വെള്ളം ഇച്ചിരി കൂടെ വേണമായിരുന്നു. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അരക്കപ്പോളം വെള്ളം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പോ പൊടികളുടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഇതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് പുളിയാണെങ്കിലും വെള്ളമാണെങ്കിലും മസാല പൊടികളിൽ ഏതെങ്കിലും ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് പരുവായിട്ട് ഇച്ചിരി പുളിവെള്ളം കൂടെ വേണം ഇതിൻ്റെ അകത്തോട്ട്. നമുക്കിതിനനുസരിച്ച് ഇച്ചിരി മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. നമ്മൾ ഈ രസം ഇവിടെ അടച്ചു വെച്ച് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നല്ലോണം തിളച്ചിട്ടുണ്ട്. രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചറിയാണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ.